ഹായ്, ഇന്നെനിക്ക് മേക്കപ്പിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്ന അഞ്ചലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴി വന്നിട്ടുള്ള ഒരു ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ ചെന്നു. ആൾ സർവീസൊക്കെ ചെയ്യുന്നതാണ്, പാർലർ സർവീസോ അതുപോലെ വീട്ടിലൊക്കെ സർവീസ് ചെയ്യുന്നതാണ്, മേക്കപ്പും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി അപ്ഡേഷന് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസിനും കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൃത്യസമയത്ത് നമ്മളവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയോട് കൂടി തന്നെ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ മോളും ഉണ്ടായിരുന്നു, മോളുടെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ആൾ ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് കൂടുതൽ അപ്ഡേറ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കുറച്ച് എന്തൊക്കെയോ ഒരു രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് സംസാരിച്ചെടുത്ത് ആ ഒരു സത്യത്തിൽ അത് ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ആളുടെ മോളുടെ ഫേസിലേക്കാണ് മേക്കപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും പ്രൈമർ എങ്ങനെ ഇടാം, ഏതൊക്കെ സ്കിൻ ടൈപ്പ് ഉണ്ടെന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഗൈഡൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കൃത്യമായിട്ടുള്ള നോട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തു. എന്നിട്ട് ആളെ കൊണ്ട് തന്നെ മോളുടെ കൂട്ടുകാരിയുടെ ഫേസിലേക്കാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിച്ച്. നമ്മൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിക്കുകയും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാനൊക്കെ നമ്മളുടെ ആ ഒരു അറിവ് വെച്ചിട്ട് നമുക്കത് സാധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആളിങ്ങനെ ആ ഒരു മേക്കപ്പ് ചെയ്ത് എന്നുള്ളതിൽ ആൾക്കും ഭയങ്കര ഒരു കോൺഫിഡൻസും സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടി. അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചെറിയൊരു അറിവാണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരാനൊരു ഇടയാക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് നല്ല രീതിയിൽ ഹാപ്പിയാവും. അങ്ങനെ പാർട്ടിസിപ്പേഷൻ